2 മണിക്കൂർ ഡിലേ കഴിയുമ്പോഴേക്കും അവർ ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നിട്ട് അവർ പറയുന്നു ഇന്നിനി ഫ്ലൈറ്റ് ക്യാൻസൽ ആണെന്ന് പറയുന്നു. എല്ലാവരെയും പുറത്തിറക്കുന്നു. ഇത് ചെന്നെത്തിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വക്കിലും ഞാൻ നിൽക്കുകയാണ്. ആൾക്കാരുടെ സമ്മാനം പറയുന്നത് അത് നിങ്ങൾ പുറത്തുനിന്ന് പറയുന്നത്, പുറത്തുനിന്ന് വീട് പറയുന്നത് എന്താ ആവശ്യമില്ല. പിന്നെ കാശൊക്കെ വാങ്ങുന്നില്ല. അപ്പൊ വീട്ടിലിരിക്കുന്നത് വീണ്ടും പറയുന്നത് നിങ്ങൾ പുറത്തുനിന്ന് സംസാരിക്കുന്നു. നിങ്ങൾ പറയുന്നത് അവർ കേൾക്കണ്ട. നിങ്ങൾ ഈ കണ്ണാടി കുട്ടിനുള്ളിൽ പറയുന്നത് അവർ കേൾക്കണ്ട. അതെന്താ സമാനം പറയുന്നത്? ഇയാൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞു കാർപ്പൊക്കെ ഇട്ടാലും കുഞ്ഞി മരിക്കും. ഇയാൾ നാളെ കലവധിയാവും. അതേ നമുക്ക് ഇന്ന് തീരാണ്. അതൊന്നും ഞാൻ പട്ടണ സാധനമാണ് ഇവിടെ താമ്പില്ല. അതിന്റെ എക്സ്പെയറാണ് കണ്ടിക്കുക. നമുക്ക് ഇന്നലെ രാത്രി 7:40 ഇവിടുന്ന് എൻട്രി കിട്ടിയത്. 10:40 ഫ്ലൈറ്റിലായിരുന്നു പോവേണ്ടത്, ഷാർജയ്ക്ക് പോവേണ്ടതാണ്. അങ്ങനെ ബോർഡിംഗ് പാസും കാര്യങ്ങളും കിട്ടി, എമിഗ്രേഷൻ കാര്യങ്ങളും കഴിഞ്ഞ് ലഗേജ് വരെ പോയി കഴിഞ്ഞു. നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് 2 മണിക്കൂർ ഡിലേ എന്ന് പറയുന്നു. 2 മണിക്കൂർ ഡിലേ കഴിയുമ്പോഴേക്കും അവർ ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നിട്ട് അവർ പറയുന്നു ഇന്നിനി ഫ്ലൈറ്റ് ക്യാൻസൽ ആണെന്ന് പറയുന്നു. എല്ലാവരെയും പുറത്തിറക്കുന്നു. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡേറ്റ് തരുന്നു. ഈ ഡേറ്റിൽ വേണമെങ്കിൽ പൊക്കോ എന്ന് പറയുന്നു. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും അവർ ചെയ്തു തരുന്നില്ല. നമുക്കെല്ലാം 9-ാം തീയതിക്ക് മുമ്പ് അവിടെ ചെന്ന് ജോയിൻ ചെയ്യേണ്ട ആൾക്കാരാണ്. ആ ജോലിയും കാര്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ നിൽക്കുകയാണ്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കുക, നമ്മളൊക്കെ ഇവിടെ നിന്ന് ചെല്ലേണ്ട സ്ഥലത്ത് എത്തിക്കുക. ഇത്ര മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, നമ്മളാരും ഇവിടെ നിന്ന് പോകില്ല. ഇവിടെ വിസ തീർന്ന് നിൽക്കുന്ന ആൾക്കാർ ആത്മഹത്യയൊന്നും വേണ്ടി നിൽക്കുന്നുണ്ട്. അവിടെ കെട്ടിത്തൂങ്ങി ചാവുന്നത് ഇവിടെ പോലീസുകാരുടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അവൻ കെട്ടിത്തൂങ്ങി ചാവുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ വരെ ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് സംസാരിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? സംസാരിച്ചോ? അവർ പറയുന്നത് ടിക്കറ്റ് മാറ്റി തരാമെന്നാണ് പറയുന്നത്. ഞാൻ ഇന്ന് രാത്രി 12 മണിക്ക് വന്നു ഈ കൊച്ചിനെയും കൊണ്ട്. നാണ്ടേ ഞാൻ മസ്കറ്റിലേക്ക് പോകാൻ വന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഒരു ഫ്ലൈറ്റ് റദ്ദാക്കിയെന്ന്. ഇതിപ്പോൾ ഇന്ന് തന്നെ നാളെ തന്നെ എനിക്ക് അവിടെ എത്താൻ വേണം. എൻ്റെ വിസ തീരുകയാണ്. വേറെ ഒരു നിവൃത്തി എനിക്കില്ല. ഇത് ചെന്നെത്തിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വക്കിലും ഞാൻ നിൽക്കുകയാണ്. ഇതിപ്പോൾ എന്താ പറയുന്നത് സംസാരിക്കുമ്പോൾ? അവർ പറയുന്ന 14-ാം തീയതിയോ 17-ാം തീയതിയോ ഇന്ന് തരാമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിന് പോയിട്ട് കാര്യമില്ല. എനിക്ക് ഇന്ന് തീരുകയാണ്, നാളെ തീരുകയാണ്. നിങ്ങൾ എവിടെ നിന്ന് വന്നതാണ്? എങ്ങോട്ട് പോകാനായിരുന്നു? ഞങ്ങൾ മസ്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ്, ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. രാവിലെ ഒരു 5:30 ആയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ. ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും തന്നിട്ടില്ല. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് അവർ പറയുന്നത് ഇന്നൊന്നുമില്ല, ഇനി 14-ാം തീയതി അല്ലെങ്കിൽ 17 അങ്ങനെ ഉള്ളൂ എന്ന് പറയുന്നത്. ടൈം മാറുന്തോറും ഫ്ലൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. റീഫണ്ടിന് ഒന്നും പറയുന്നില്ല. 2 വീക്സ് ആകുമെന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ അതും അവർ പറയുന്നില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ക്യാഷ് ഇട്ട് വേറെ ഫ്ലൈറ്റ് പിടിച്ച് പോകണമെന്നാണ് പറയുന്നത്. മാനേജറാണെങ്കിൽ സംസാരിക്കാൻ പോലും അയാൾ റെഡിയല്ല. ഫേസ് പോലും കാണിക്കുന്നില്ല. ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. ഒരുപാട് യാത്രക്കാർ ഈ രീതിയിലുണ്ടായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു. ഒത്തിരി പേര് ബഹളം ഉണ്ടാക്കി അവരെ പാട്ടിന് 15-14 ഡേറ്റിട്ട് പോയി. പക്ഷെ നമുക്ക് പറ്റും, നമുക്ക് ഹോസ്പിറ്റൽ കാര്യം നമുക്ക് പോയേ പറ്റൂ. ഏതെങ്കിലും ഫ്ലൈറ്റ് കയറി ഞങ്ങൾ പറഞ്ഞു വിടാൻ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ലഗേജ് പോലും കൊണ്ടുപോകണമെന്നില്ല. ഞങ്ങൾ മാത്രം അങ്ങ് പറഞ്ഞു വിടും. ഒരു ഹോസ്പിറ്റൽ, മോളുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റൽ കാര്യമായിട്ട് കിടക്കുന്നത്, അവിടെ ആരുമില്ല. ഇന്നലെ എമർജൻസി ആയിട്ട് അറ്റാക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഇന്ന് നേരം വെളുപ്പിച്ചത് നമുക്കറിയാം. എങ്ങനെയെങ്കിലും നേരം വെളുത്ത് പോയാൽ മതി എന്നുള്ള തിരുതിയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ നിമിഷം വരെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ഇവർ സംസാരിക്കും. ഒരു അകത്ത് കയറി പറഞ്ഞപ്പോൾ അവർക്ക് ആർക്കും ഒരു റീസൺ പറയുന്നില്ല. അടുത്ത ഫ്ലൈറ്റ് അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഈ കാശ് പിന്നീട് കിട്ടും, നിങ്ങൾ വേറെ ഫ്ലൈറ്റ് പിടിച്ച് കയറി പോകാൻ പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും? കൺഫേം അല്ല. ഇപ്പം നമുക്കൊരു ഡേറ്റ് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ഈ ചേഞ്ച് ചെയ്ത് തരുന്ന ഡേറ്റിൽ പോകാൻ കഴിയുമെന്നും അവർ കൺഫേം അല്ല ഈ പറയുന്നത്. അന്നും ഇതേപോലെയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ ജോലികൾ നഷ്ടപ്പെട്ടു പോകില്ലേ? ഇവിടെ നമുക്ക് ജോലി തരാനൊക്കെ കഴിയുമോ? അതും കൺഫേം അല്ല. അവരെ വിളിച്ച് ചർച്ച ചെയ്യാനുള്ള തയ്യാറുമല്ല. മാനേജർ ഗ്ലാസ്സിൽ അകത്തിട്ട് ഇരിക്കുകയാണ്, പുള്ളി പുറത്തിറങ്ങുന്നില്ല. എയർപോർട്ട് മാനേജറെ വിളിച്ചവർക്ക് എയർപോർട്ട് മാനേജർ ഇതുവരെ വന്നിട്ട് അവരെ ഏർപ്പെടുത്തുന്നതിന് പുള്ളി പോവുകയാണ് ചെയ്തത്. ഇവിടെ ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് എയർപോർട്ട് മാനേജർ. അവർ പറയുന്ന ഇതിൻ്റെ അതോറിറ്റി വേറെ എന്നാണ് പറയുന്നത്. നമ്മൾ ആരുടെ സംസാരിക്കും?